നമസ്കാരം. ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ. ഇന്ന് കാസർഗോഡ് ജില്ലയിലെ തീരദേശവാസികളുടെ പ്രശ്നമാണ് ചർച്ച ചെയ്യുന്നത്. ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കോട്ടിക്കുളം കടപ്പുറത്താണ്. ഏറ്റവും കൂടുതൽ കടലാക്രമണ ഭീഷണി നേരിടുന്ന ഒരു പ്രദേശമാണ് ഇത്. മാത്രമല്ല, നമ്മൾ തുടക്കത്തിൽ കാണിച്ച ദൃശ്യം, അതിഭീകരമായ ദൃശ്യം, എനിക്ക് പുറകിൽ കാണുന്ന ഈ കെട്ടിടം ഒന്നാകെ കടൽ വിഴുങ്ങുന്നതാണ്. എന്തായാലും നമ്മോടൊപ്പം ഈ പ്രദേശവാസികളുണ്ട്, ഒപ്പം കോട്ടിക്കുളം കുറുമ്പ ഭഗവതി ക്ഷേത്ര ഭാരവാഹികളുണ്ട്. ഏതായാലും നമുക്ക് ആദ്യം തന്നെ പഞ്ചായത്തിൽ മെമ്പറെ നമുക്ക് ഈ കാര്യത്തിൽ വിശദീകരണം തേടാം. എന്തായാലും വിനയകുമാറാണ് നമ്മോടൊപ്പം ആദ്യം ചേരുന്നത്. എന്താണ് ഈ നിലവിൽ ഈ കോട്ടിക്കുളം ഈ കടപ്പുറത്തെ ഒരു അവസ്ഥ? ഇതെന്ന് വെച്ചാൽ വളരെ വർഷകാലങ്ങളായിട്ട് ഈ തീവ്രമായ കടലേറ്റം കൊണ്ട് ഒരുപാട് ദുരിതം അനുഭവിക്കുകയാണ് ഇവർ. സാധാരണ നമ്മൾ സർക്കാരിൻ്റെ ഭാഗത്ത് ശ്രദ്ധ വരുന്നെങ്കിലും അത് വന്ന് നോക്കി പോകുന്നതല്ല, സർക്കാരിൻ്റെ ശരിയായ രീതിയിലുള്ള ഒരു പരിഗണന കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ തീരവാസികൾ ഇത്രയും ദുരന്തം അനുഭവിക്കുന്നത്. അപ്പോൾ വർഷങ്ങളുണ്ടാകുന്ന ഈ പ്രശ്നങ്ങളെ പരിഹരിക്കണമെങ്കിൽ നമ്മൾ പഞ്ചായത്ത് തലത്തിൽ മെമ്പർ നിലയിൽ ഞങ്ങൾ 2 മെമ്പർമാർ, ഈ വാർഡിൻ്റെയും മറ്റ് ബേക്കരം തൊട്ടടുത്ത മെമ്പർമാർ തീരദേശ മെമ്പർമാരാണ്. അവർ വിവിധ പദ്ധതികൾ പറഞ്ഞപ്പോൾ നമ്മൾ ടെട്രാപോഡ് വേണമെന്നാണ് പറഞ്ഞത്. കാരണം വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവിടെ ജിയോ ബാഗ് സ്ഥാപിച്ചെങ്കിലും അത് ശാശ്വത പരിഹാരമായിട്ടില്ല. അതിപ്പോൾ ഈ കാണുന്നത് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് അത് ടെട്രാപോഡ് സംവിധാനത്തിൽ കൊണ്ടുവരണമെന്നുണ്ട്. അതുപോലെ നാട്ടുകാരുടെ പ്രത്യേക ആവശ്യം എന്ന് വെച്ചാൽ ഇവിടെ ഹാർബർ വരണം തന്നെയാണ്. അപ്പോൾ ഹാർബർ വരികയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഇതിന് പ്രശ്നം പരിഹരിക്കാൻ പറ്റും. അതാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത്. ഈ ഒരു കെട്ടിടം, ഈ നമുക്ക് പിറകിൽ കാണുന്ന കെട്ടിടം ഇടിഞ്ഞു വീഴുന്ന ഒരു ദൃശ്യമാണ് നമ്മൾ കണ്ടത്. ഇതുപോലെ നിരവധി കെട്ടിടങ്ങൾ ഇപ്പോഴും അപകട ഭീഷണിയിൽ ഉണ്ട് ഇവിടെ. ഉണ്ട് നിരവധി കെട്ടിടങ്ങളുണ്ട്. ഇത് കഴിഞ്ഞ വർഷമാണ് ഇത് വീടിനുള്ളത്. അതിൻ്റെ അടുത്ത വർഷം ഈ കെട്ടിടങ്ങൾ വീണു. അവിടെ 2-3 വീടുകൾ തകർന്നു. അവരെ മാറ്റി പാർപ്പിച്ചു. ഇപ്പോൾ തൽക്കാലം അവർക്കൊരു സർക്കാരിൻ്റെ സംവിധാനം ആയിട്ടുണ്ടെങ്കിലും വീണ്ടും ഒരുപാട് 10-15ഓളം വീടുകൾ വീണ്ടും ഈ ഒരു പ്രശ്നത്തിലേക്ക് ദുരന്തബാധിതരായി കാണുകയാണ്. നമ്മൾ ഈ സമയത്ത് വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. നമുക്ക് റോഡ് തടയുന്നത് ഉൾപ്പെടെയുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായി. നമുക്ക് ഒരു ജില്ലാ കളക്ടറിൽ നിന്നും വലിയ ഉറപ്പുകളൊക്കെ നൽകി. അതൊക്കെ നമുക്ക് ജില്ലാ കളക്ടർ ഇവിടെ 2 പ്രാവശ്യവും നമ്മൾ വന്ന ശേഷം 2 പ്രാവശ്യവും ഇവിടെ വന്നിരുന്നെങ്കിലും കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതുവരെ അതിനൊരു ശാശ്വത പരിഹാരം ആയിട്ടില്ല. ടെട്രാപോഡാണ് ലാസ്റ്റ് ഇപ്പോൾ ഇമ്പശേഖർ സാർ വന്ന് പോയപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനും ഒരു വന്ന് സൈറ്റൊക്കെ നോക്കിയെന്നല്ലാതെ അതിൻ്റെ സംവിധാനം ഇപ്പോഴും ചെയ്ത് കാണുന്നില്ല. ഈ കാസർഗോഡ് ജില്ലയിൽ തലപ്പാടി മുതൽ തൃക്കരിപ്പൂർ വരെ 70 കിലോമീറ്റർ നീളത്തിൽ ഉള്ളതാണ് ഈ തീരദേശ പ്രദേശം. ഇതിൽ 50 കിലോമീറ്ററും ഈ ഇത്തരത്തിൽ വലിയ കടലാക്രമണ ഭീഷണി നേരിടുന്നതാണ് ഏറ്റവും വലിയ പ്രയാസം. ഏതായാലും നമുക്കിപ്പോൾ കോട്ടിക്കുളം കുറുമ്പ ഭഗവതി ക്ഷേത്ര പ്രസിഡന്റ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്, സുരേന്ദ്രൻ ചേരുന്നുണ്ട്. അദ്ദേഹത്തോട് നമുക്ക് ഈ കാര്യങ്ങൾ ചോദിക്കാം. എന്താണ് ഇപ്പോൾ നിലവിലൊരു സാഹചര്യം? നിലവിൽ കഴിഞ്ഞ വർഷം കടലാക്രമണം വളരെ രൂക്ഷമായിട്ടുണ്ടായിരുന്നു. അന്ന് കലക്ടർ ഇവിടെ വന്നു. കലക്ടർ ഞങ്ങൾക്ക് വാഗ്ദാനം തന്നു, ഇത് ഹോട്ട്സ്പോട്ടിൽ പെടുത്തും ഉടനെ. അതിലൊരു മദ്രാസ് ബേസ് ഒരു കൺസൾട്ടിങ് കമ്പനി ഏൽപ്പിച്ചു. റിപ്പോർട്ട് ഉടനെ തരണം. റിപ്പോർട്ട് കിട്ടിയാൽ ഉടനെ 1 മാസത്തിനോളം ഞങ്ങൾ ഹോട്ട്സ്പോട്ടിൽ പെടുന്ന വാഗ്ദാനം നമ്മുടെ കലക്ടർ തന്നു. പക്ഷേ ഇന്ന് വരെ അതിനുള്ള ഒരു പ്രയത്നമോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് മനസ്സിലായി. കാരണം കഴിഞ്ഞ മാസം ശ്രീകുറുമ്പ ഭഗവതിൻ്റെ പ്രതിനിധിയായിട്ട് ഞങ്ങളൊരു 3 ആൾക്കാർ ഇവിടെ കാസർഗോഡ് ജലസേചന വകുപ്പിലേക്ക് പോയി. അപ്പോൾ അവർ ഡ്രോയിങ് ഒക്കെ കാണിച്ചു വന്നു. ഈ ഡ്രോയിങ് കാണിച്ചത് ഇതൊക്കെ അംഗീകരിച്ച് ഞങ്ങൾ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. 50 കോടി രൂപ ഈ പദ്ധതിക്കായി ഞങ്ങൾ നീക്കി വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ കലക്ടറെ പോയി കണ്ടു. അപ്പോൾ കലക്ടർ ഒരു ശരിയായ ഒരു മറുപടി തരുന്നില്ല. അയാൾ പറഞ്ഞ് ഞങ്ങൾ ഫണ്ടിൻ്റെ ഒരു പ്രോബ്ലമാണ്. ഈ ഫണ്ട് കിട്ടാൻ ഞങ്ങൾ പല സ്ഥലങ്ങളിലും പ്രയത്നിക്കുന്നുണ്ട്. അത് കിട്ടിയാൽ ഇത് അംഗീകാരം കിട്ടുള്ളൂ. ഹോട്ട്സ്പോട്ടിൽ പെടുത്താൻ വേണ്ടി ഞങ്ങൾ സെൻട്രൽ ഗവൺമെൻറ് എഴുതിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഒഴിവാക്കി. ആരും തന്നെ ഒരു പ്രയത്നം, ഒരു ഉദ്യോഗസ്ഥന്മാരായാലും ഉയർന്ന തലത്തിലുള്ളവരായാലും ആരും പ്രയത്നിക്കുന്നില്ല എന്നുള്ള ഒരു 100% ഉറപ്പാണ്. ഇപ്രാവശ്യം ഇങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ടായാൽ ഞങ്ങളുടെ തീരദേശവാസികൾ ഇതിന് ഉറച്ച സമരം, വളരെ രൂക്ഷമായിട്ട് തന്നെ ഒരു സമരപരിപാടിയായിട്ട് ഞങ്ങൾ പോകുന്നത് തീർച്ചയാണ്. കാരണം തീരദേശക്കാർ അത്ര ബുദ്ധിമുട്ടുന്നുണ്ട് ഇവിടെ. ഇപ്പോൾ ഇതൊരു ടൂറിസ്റ്റ് ഏരിയയാണ്. ബേക്കൽക്കോട്ട മുതൽ നമ്മുടെ കോടി ഇപ്പോൾ അടുത്ത് തന്നെ ടൂറിസത്തിൽ പെടുത്താൻ പോവുകയാണ്. ഇപ്പോൾ ഈ നടുക്കുള്ള ഒരു ഏരിയയിൽ കടൽക്ഷോഭം വന്ന് കരയൊക്കെ കൊണ്ടുപോയി ഇവിടെ ബീച്ചില്ല, മനസ്സിലായില്ലേ? അപ്പോൾ ടൂറിസത്തിനും കൂടി പരിഗണിച്ചുകൊണ്ട്, അതുപോലെ നമ്മുടെ ശിവക്ഷേത്രം, ഒരു പ്രസിദ്ധമായ ഒരു ശിവക്ഷേത്രം, തൃക്കണ്ണ ക്ഷേത്രമുണ്ട്, അതുകൂടി ഈ കടൽക്ഷോഭം ഉപയോഗിക്കും. കാരണം കടൽ കഴിഞ്ഞ വർഷം നമ്മുടെ റോഡ് വരെ എത്തിയിരിക്കുന്നു. ഇതിനടുത്ത് ഈ ഗോപുരം, ഇവിടെ ഒരു ഗോപുരമുണ്ട്, തൃക്കണ്ണ ക്ഷേത്രത്തിൻ്റെ ഒരു ഗോപുരമുണ്ട്. അതിനെ സംരക്ഷിക്കാൻ ഒരു ജിയോ ബാഗ് താൽക്കാലികമായി ഇട്ടു. എന്നാലും അത് പ്രാവർത്തികമല്ല. ഇതിനെയും കൂടി സംരക്ഷിക്കേണ്ടതും തൃക്കണ്ണാട് ക്ഷേത്രത്തിനും സംരക്ഷിക്കേണ്ടതും
നമ്മുടെ ദേവസ്വം ബോർഡ് നല്ല ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. അതുപോലെ കോട്ടിക്കുളം പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ അനവധി വീടുകളും കുറേ ബിൽഡിങ്ങുകളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിനുള്ള ഉത്തരവാദി ഗവൺമെൻറ്റാണ്. ഇതിനെതിരെ ഞങ്ങൾ ശക്തമായി ഇപ്രാവശ്യം പ്രതികരിക്കുമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഏതായാലും സ്ത്രീകളും നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് നിലവിലെ ഒരു അവസ്ഥ ഇവിടെ? നമ്മളിവിടെ കുറേ ആയി സമരം ചെയ്യുന്നു. ഇപ്പോൾ ഇങ്ങനെ കാണുന്ന പൂഴിയൊന്നും ഇപ്പോൾ കാണുന്നുണ്ടല്ലേ, കടൽ കുറേ അങ്ങോട്ട്. ഇപ്പോൾ വലിയ കർക്കിടക മാസം ആയാൽ ഈ കടൽ കുറേ ഇങ്ങോട്ട് വരും. അപ്പോൾ ഇവിടെല്ലാം കടലായിരിക്കും. അപ്പോൾ നമുക്ക് കരയൊന്നും കാണില്ല. അതിന് വേണ്ടി നമുക്കിപ്പോൾ തോണികളുണ്ട്, വലിയൊരു ക്ഷേത്രമുണ്ട്. അപ്പോൾ അതെല്ലാം ആകുമ്പോൾ നമുക്കിവിടെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. നമ്മൾ ഹാർബറിന് വേണ്ടി കുറേ സമരം ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ തീരദേശവാസികളെല്ലാം സമരം ചെയ്യുന്നു. നമ്മൾക്ക് ഹാർബറാണ് മെയിൻ വേണ്ടത്. ഹാർബറിന് വേണ്ടി കഴിയുന്നത് നിങ്ങൾ ഗവൺമെൻറ് ഹാർബറിന് വേണ്ടി നമ്മളെ സഹായിക്കണം. നിലവിലൊരു അവസ്ഥ വീടുകളിലൊക്കെ എല്ലാം കുറേ പോയിട്ടുണ്ടായിരുന്നു. അവരെല്ലാം ഇപ്പോൾ ഏതെല്ലാം ചെറിയൊരു റോഡ് സൈഡിലും ചെറിയൊരു ചാപ്പെല്ലാം കെട്ടിയിട്ട് അങ്ങനെ താമസിക്കുന്നത്. അവർക്കൊന്നും വീടൊന്നും കിട്ടിയിട്ടില്ല. കുറേ ആൾക്കാർക്ക് വീട് കിട്ടിയിട്ടില്ല. കുറേ തെങ്ങ് പോയി, കുറേ വീട് പോയി. അതിൻ്റെ ആധാരമെല്ലാം കടയിലുണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് മത്സ്യത്തൊഴിലാളികൾക്ക്. അപ്പോൾ ഗവൺമെൻറ് ഇതിന് നല്ലൊരു ഇത് നോക്കിയിട്ട് നമുക്ക് എല്ലാം പാസ്സാക്കി തരണമെന്നാണ് എൻ്റെ അപേക്ഷ. ഏതായാലും കോൺഗ്രസ് നേതാവ് വിദ്യാസാഗർ കൂടി നമ്മോടൊപ്പം ചേരുന്നു. വിദ്യാസാഗർ, ഈ പുനർഗ്രഹം പദ്ധതിയൊക്കെ മത്സ്യത്തൊഴിലാളികൾക്കായി കൊണ്ടുവന്നു. എന്താണ് നിലവിൽ ഇവിടുത്തെ ഒരു സാഹചര്യം? അതിൽ പുനർഗ്രഹം പദ്ധതി എന്ന് പറയുന്നത് കടലോരത്ത് വേലിയേറ്റ രേഖയിൽ നിന്നും 50 മീറ്ററിനകത്ത് താമസിക്കുന്ന കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്ന ഒരു പദ്ധതിയാണ്. അത് 10 സെൻറ്റിൽ പെട്ടവരായാലും 5 സെൻറ്റ് പെട്ടവരായാലും 1 സെൻറ്റ് ആയാലും ഇനി പുറമ്പോക്കിൽ താമസിക്കുന്നവരായാലും രേഖയില്ലാത്തവരായാലും അവർക്ക് 10 ലക്ഷം രൂപ കൊടുക്കുന്നൊരു പദ്ധതിയാണ്. ഇതിനെതിരെ മത്സ്യത്തൊഴിലാളി സംഘടനകൾ ശക്തമായി പ്രതിഷേധിച്ചു. പ്രതിഷേധിച്ചപ്പോൾ ഗവൺമെൻറ് ആ നിലപാട് മാറ്റി പറഞ്ഞു 10 ലക്ഷം രൂപ തരാം, നിങ്ങൾ പോയിക്കോ, പക്ഷേ അവിടെ കൺസ്ട്രക്ഷൻ പാടില്ല, സ്ഥലം നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഈ സ്ഥലം നിങ്ങളെ കൈവശം വെച്ച സ്ഥലം നിങ്ങൾക്ക് വീണ്ടും കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കാം, പക്ഷേ കൺസ്ട്രക്ഷൻ പാടില്ല എന്നതാണ് നിയമം. പക്ഷേ ഈ ഗവൺമെൻറ് ഇപ്പോൾ പറയുന്നത് പണമില്ല എന്ന് പറഞ്ഞ ഫണ്ട് അവർക്ക് കൊടുക്കാൻ ഫണ്ടില്ല. അപ്പോൾ പുനർഗ്രഹം പദ്ധതി പ്രകാരം ഇവിടെ നിന്ന് മാറി താമസിച്ച ആളുകൾക്ക് തറ ഇടാൻ വേണ്ടി കുറച്ച് ആളുകൾ പൈസ കൊടുത്തിട്ടുണ്ട്. തറ ഇട്ടവരുണ്ട്, അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. തീരെ കൊടുക്കാത്തവരുണ്ട്. അപ്പോൾ ഫണ്ടിൻ്റെ അപര്യാപ്തത, ഫണ്ട് ലഭിക്കാത്തത് മൂലം ഈ പദ്ധതിയുമായി മുമ്പോട്ട് പോകാൻ ഗവൺമെൻറ്റിന് കഴിയുന്നില്ല, ഫിഷറീസ് വകുപ്പിന് കഴിയുന്നില്ല എന്ന ഒരു യാഥാർത്ഥ്യമാണ് നിലനിൽക്കുന്നത്. ഈ കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും വലിയ നാശനഷ്ടം ഉണ്ടായത് നമ്മൾ ഈ കോട്ടിക്കുളം കടപ്പുറത്താണ്. നമ്മൾ പ്രധാനമായും എന്താണ് നമ്മൾ ഉന്നയിക്കുന്ന ഒരു ആവശ്യം ഇവിടെ ഈ ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ വേണ്ടി? ശാശ്വതമായ പരിഹാരം എന്ന് പറയുന്നത് വളരെ കാലമായി ഇവിടെ ഒരു ഹാർബർ, മിനി മത്സ്യബന്ധന തുറമുഖം, അതാണ് നമ്മുടെ ഒരു ആവശ്യം. അത് വന്നാൽ തന്നെ ഏകദേശം ഈ കടലാക്രമണ ഭീഷണി തടയാൻ പറ്റും. മറ്റൊന്ന്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരള ഗവൺമെൻറ് പ്രതിനിധിയായി ഇവിടെ വന്ന് സ്ഥിരം സന്ദർശിച്ച് പ്രഖ്യാപനങ്ങൾ നടത്തുന്ന ജില്ലാ കലക്ടർ, അദ്ദേഹം ഇത് ഹോട്ട് സ്പോട്ടിൽ ഉൾപ്പെടുത്തി പറഞ്ഞു ഏരിയ. പക്ഷേ കഴിഞ്ഞ നിയമസഭയിൽ ബന്ധപ്പെട്ട മന്ത്രി ഹോട്ട്സ്പോട്ടിൻ്റെ ലിസ്റ്റ് പ്രഖ്യാപിച്ചു. പ്രഖ്യാപിച്ചപ്പോലും വലിയ പറമ്പ് പഞ്ചായത്ത് മാത്രമേ കാസർഗോഡ് ജില്ലയിൽ നിന്നും അതിൽ പെട്ടിട്ടുള്ളൂ, ഈ സ്ഥലം പെട്ടിട്ടില്ല. എന്ന് വെച്ചാൽ ഇത് ഹോട്ട്സ്പോട്ടിൽ പെടുത്തുന്നതിന് കലക്ടറുടെ വാഗ്ദാനം അത് വെറും ജലരേഖയായി മാറുന്നു, തുടർ നടപടികൾ ഉണ്ടാകുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണ് ഇനി ഈ കാര്യത്തിൽ ഇനിയിപ്പോൾ വീണ്ടും ഒരു കാലവർഷം വരുവാണ്, നമ്മൾ ഇനി എന്താണ് ഇനി ഒരു പ്രതിവിധി എന്താണ് ഇനി നമ്മൾ പ്രതിഷേധ പരിപാടി അങ്ങനെ എന്തെങ്കിലും? പ്രതിഷേധം എന്ന് പറയുന്ന ഇക്കാര്യത്തിൽ വേറെ കാര്യങ്ങളൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. രാഷ്ട്രീയം മറന്നുകൊണ്ട് നാട് ഒന്നാകെ ഇളകി മറിക്കുന്ന പ്രക്ഷോഭം. നമുക്ക് ഇവിടെ പ്രധാനപ്പെട്ട ഹാർബറാണ് ആവശ്യം. 2015-16 നമ്മളിവിടെ എസ്റ്റിമേറ്റ് എടുത്ത് പോയിട്ട് ഇത്ര വർഷത്തിനുള്ളിൽ നമ്മൾ ആസ്തി വെച്ചിട്ട് ഇത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. അതിൻ്റെ എസ്റ്റിമേറ്റൊക്കെ എടുത്തു. പിന്നെ അതുപോലെ നമുക്ക് ഇവിടെ താമസിക്കാൻ പറ്റുന്നില്ല. രാത്രി ആകുമ്പോൾ കുട്ടികളും കൊണ്ട് തന്നെ എല്ലാവരും ഇങ്ങനെ പേടിച്ചിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ ഇത്രയും പെട്ടെന്ന് നമുക്ക് ഹാർബർ കിട്ടിയാൽ അത്രയും നന്നായിരിക്കും. ഓരോരോ MLA-മാരും മാറി വന്നിട്ട് വാഗ്ദാനം തന്നിട്ട് പോന്നു. പക്ഷേ ഈ വാഗ്ദാനമേ ഇല്ലൂ, പ്രവൃത്തിയില്ല. അപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടാണ് ഇനി മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള ഒരു തീരുമാനം. BJP നേതാവ് അഡ്വക്കേറ്റ് K. ശ്രീകാന്ത് കൂടി നമ്മോടൊപ്പം ചേരുന്നു. എന്തായാലും ശ്രീകാന്ത്, ഈ കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രതിസന്ധി തീരപ്രദേശങ്ങളിലാണ്. എന്താണ് നിലവിൽ ഇതിനൊരു പരിഹാരം? എന്താണ്
കുറേ കാലമായിട്ട് ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതമാണ് കടലാക്രമണം. നേരത്തെയൊക്കെ മഴക്കാലത്താണ് കടലാക്രമണത്തിൻ്റെ ഭീഷണി ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ മഴക്കാലമെന്നോ വേനൽക്കാലമെന്നോ വ്യത്യാസമില്ലാതെ ഏതു സമയത്തും ഈ അപകടം സംഭവിക്കാം. വീടുകൾ നഷ്ടപ്പെടുന്നുവെന്ന് മാത്രമല്ല ജീവൻ പോലും അപകടത്തിലാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മത്സ്യപ്രവർത്തകർക്ക് മത്സ്യബന്ധനത്തിന് പോകാൻ സാധിക്കാത്ത വിഷയങ്ങളുണ്ട്. അതുകൊണ്ട് കുറേ കാലമായിട്ട് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങൾ ആവശ്യപ്പെടുന്നൊരു ആഗ്രഹമാണ് ഇതിന് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം. ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഈ തൃക്കണ്ണാട് കോട്ടിക്കുളം ഉൾപ്പെടെയുള്ള ബേക്കലം ഭാഗത്തും അതുപോലെ തന്നെ ഈ പല പ്രദേശങ്ങളിലും ഇപ്പോൾ അനുഭവിക്കുന്നത് അശാസ്ത്രീയമായിട്ടുള്ള ഈ ഫിഷിംഗ് ഹാർബറിൻ്റെ നിർമ്മാണമാണ്. അപ്പം അത്തരം കാര്യങ്ങൾ വരുന്ന സമയത്ത് അതിൻ്റെ എല്ലാ വശങ്ങളും പഠിച്ച് വേണം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഒരു അഭാവം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു. പക്ഷേ ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു പ്രതിരോധം ഇതിനാവശ്യമാണ്. ആവശ്യമായിട്ടുള്ള പഠനവും ആവശ്യമായിട്ടുള്ള പദ്ധതിയും തയ്യാറാക്കി ആവശ്യമായിട്ടുള്ള ഫണ്ടും അനുവദിച്ചുകൊണ്ട് ഈ തീരദേശത്തെ സംരക്ഷിക്കണം. തീരദേശവാസികൾ പതിറ്റാണ്ടുകളായിട്ട് അനുഭവിക്കുന്ന വിഷമങ്ങൾ പരിഹരിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഈ കോട്ടിക്കുളം കടപ്പുറത്ത് ഒരു പ്രദേശവാസി കൂടിയാണല്ലോ ശ്രീകാന്ത്. ഇവിടെ ഒരുപാട് ഉറപ്പുകൾ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. അതൊന്നും ഇപ്പോൾ പാലിക്കപ്പെട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. എന്താണ് സ്ഥിരമായിട്ട് ഇവിടെ വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അധികാരികൾ അല്ലെങ്കിൽ ജനപ്രതിനിധികൾ വരുന്നു ഇവിടുത്തെ നാട്ടുകാരെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു വാഗ്ദാനം കൊടുത്തു പോകുന്നു. ആ വാഗ്ദാനങ്ങൾ പാലിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോളോ അപ്പ് ഉണ്ടാവാറില്ല. വലിയ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് അധികാരികളുടെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ ജനപ്രതിനിധികളുടെ ഭാഗത്തും ഉണ്ടാവുന്നത്. അവർ ആ സമയത്ത് ജനങ്ങളുടെ പ്രതിഷേധത്തെ ഭയന്ന് എന്തെങ്കിലും താൽക്കാലികമായിട്ടുള്ളൊരു ഒരു ഉറപ്പ് പറഞ്ഞു പോകുന്നു. അത് നടപ്പിലാക്കുന്നില്ല, പാലിക്കുന്നില്ല. അതാണ് ഇവിടുത്തെ വിഷയം. ഇപ്പോൾ ഈ ഒരു മാസത്തിൻ്റെ ഇടയിൽ അങ്ങനെ വന്ന് ആശ്വസിപ്പിച്ചു പോയി. പക്ഷേ അതിനും തുടർന്നും പരിഹാരമില്ല. അപ്പം ജനങ്ങളെ കണ്ണിൽ പൊടിയിടുന്ന ചില ചെപ്പിടി വിദ്യകൾ മാത്രമാണ് ഇവിടുത്തെ ഭരണാധികാരികൾ ചെയ്യുന്നത്. അത് ജനങ്ങൾക്ക് തിരിച്ചറിയുന്നുമുണ്ട്. കുറേ ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട്. അവർക്ക് ഏത് നിമിഷം വേണമെങ്കിൽ കടലാക്രമണം വരാം. അവരുടെ വീടുകളിൽ പോകാം, അവരുടെ ജീവൻ അപകടത്തിലാക്കാം. എന്നിട്ടും അധികാരികൾ കണ്ണു തുറക്കുന്നില്ല, ഭരണകൂടം കണ്ണു തുറക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ജനങ്ങളുടെ ഏറ്റവും വലിയ വിഷമം. ബേക്കൽ ശ്രീകുറുമ്പ പ്രസിഡന്റ് കൂടി നമ്മോടൊപ്പം ചേരുന്നു. എന്താണ് നമുക്കൊരു ശാശ്വതമായ ഒരു പരിഹാരം? ഇതിനെന്താണ് നമുക്കൊരു ആവശ്യം? എന്താണ് ഇപ്പോൾ ഈ ഭാഗത്തെ ഘടന വെച്ചിട്ട് ഏറ്റവും ആവശ്യം എന്നുള്ളത് നമ്മുടെ മിനി ഹാർബർ തന്നെയാണ്. അതിൽ കുറഞ്ഞൊരു ആവശ്യം ഞങ്ങൾക്കില്ല. എത്രയും പെട്ടെന്ന് മിനി ഹാർബർ കിട്ടുകയാണെങ്കിൽ ഇവിടുത്തെ ജീവിത സൗകര്യം കുറച്ചുകൂടെ നന്നായിട്ടല്ല, കുറച്ചെങ്കിലും മെച്ചപ്പെടുത്തിക്കൊണ്ട് അപകടങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള തരത്തിലുള്ള സ്വസ്ഥ ജീവിതത്തിലേക്ക് നയിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. കാലാകാലങ്ങളിൽ ഇവിടെ കടൽക്ഷോഭം വരികയാണ്, ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകണം, മരണങ്ങൾ ഉണ്ടാകുകയാണ്. ഇതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം എന്ന രീതിയിൽ നമുക്ക് അത്യാവശ്യം മിനി ഹാർബർ തന്നെയാണ്. എത്രയും പെട്ടെന്ന് മാറി മാറി വരുന്ന കേരള ഗവൺമെൻറ്റുകൾ ഇതിൽ ഇടപെട്ടുകൊണ്ട് വേണ്ടുന്ന രീതിയിൽ ചെയ്തു തന്നില്ലെങ്കിൽ സാഗരേട്ടൻ പറഞ്ഞതുപോലെ രാഷ്ട്രീയം മറന്നുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട ഒന്നു ചേർന്നുകൊണ്ട് ഞങ്ങൾ മരണം വരെയും സമരം ചെയ്യാൻ മുമ്പിൽ നിൽക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇത് തന്നെയാണ്. ഒരു വർഷം മുൻപാണ് നമുക്കിപ്പോൾ കാണുന്ന ഈ ഒരു കെട്ടിടം തകർന്നു പോകുന്നത്. ഇപ്പോഴത്തെ നിലവിലൊരു സാഹചര്യം, ഇപ്പോൾ ഈ ഭാഗത്ത് ഇത്തരത്തിൽ അപകട ഭീഷണി വരുന്ന ഇനിയും കെട്ടിടങ്ങൾ ഉണ്ടെന്നാണോ? തീർച്ചയായിട്ടും നമ്മുടെ കടലോര മേഖലയിൽ ഒരുപാട് കെട്ടിടങ്ങൾ പഴയ കെട്ടിടങ്ങളാണ്. ആ കെട്ടിടങ്ങൾക്ക് എന്താ പറയുക, മേൽക്കൂരയൊക്കെ വീണ് കിടക്കുന്ന തരത്തിലുള്ള കെട്ടിടങ്ങളാണ്. അത് ഏത് സമയത്തും നിലംപൊത്താം. അപ്പം ഗവൺമെൻറ്റുകളുടെ ശ്രദ്ധ ഇതിനകത്ത് ചെലുത്തിക്കൊണ്ട് വേണ്ടുന്ന തരത്തിൽ മാറ്റി പാർപ്പിക്കാനും അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ സാഗരേട്ടൻ പറഞ്ഞതുപോലെ ലൈഫ് പദ്ധതിയിൽ ഒരുപാട് പേരെ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല സൗകര്യത്തിൽ, അത് ഫണ്ട് ഉണ്ട് നാളെ കിട്ടും മറ്റന്നാൾ കിട്ടും എന്നുള്ള തരത്തിലല്ല, ഫണ്ട് എത്രയും പെട്ടെന്ന് അലോട്ട് ചെയ്തുകൊണ്ട് അവരെ സുരക്ഷിതമായിട്ട് മാറ്റി പാർപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഗവൺമെൻറ് മുൻകൈ എടുക്കണമെന്നാണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. ഈ സംസ്ഥാന പാത ഇതിന് തൊട്ടടുത്തായിട്ടാണുള്ളത്. കഴിഞ്ഞ പ്രാവശ്യമാണ് നമ്മൾ ഈ കടൽ കയറി ശരിക്കും സംസ്ഥാന പാത ഗതാഗതം തടസ്സപ്പെടുന്ന രീതിയിൽ വരെ കാര്യങ്ങളെത്തി. എന്നിട്ട് എന്തുകൊണ്ടാണ് അധികൃതർ നമ്മളോടൊരു അവഗണന ഇപ്പോഴും കോട്ടിക്കുളം കടപ്പുറത്തോട് കാണിക്കുന്നത്? കാരണം ഇത് ഇന്ന് തുടങ്ങിയതല്ല ഈ അവഗണന. ഈ അധികാരികൾ അവർക്കിത് നോക്കി പോകുമ്പോൾ ഒരു രസമാണത്. ആ ഒരു സാഹചര്യം അവരെ മനസ്സിൽ പറഞ്ഞാൽ അവർക്ക് കൊട്ട് കിട്ടണം. അവർക്ക് കൊട്ട് കിട്ടുമ്പോഴേ അവർ ഉണർന്ന് പ്രവർത്തിക്കും. അവർ ഉണർന്ന് പ്രവർത്തിക്കുന്നില്ല. കാരണം അവരുടെ ചുറ്റുമുള്ളത് അവർക്ക് സ്തുതിപാഠകരാണ്. അപ്പോൾ ആ സ്തുതിപാഠകർ ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ ജനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും അധികാരികൾ ഉണരും.
വലിയ തോതിൽ കടലാക്രമണ ഭീഷണി നേരിടുന്ന പ്രദേശമാണ്. അതുപോലെ തന്നെ തൈക്കിടപ്പുറം, ഉപ്പള തുടങ്ങിയ നിരവധി പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള ഭീഷണി നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഈ കാര്യത്തിൽ അധികൃതരുടെ ഭാഗത്തു നിന്നും കൃത്യമായ നടപടി വേണമെന്ന ആവശ്യം തന്നെയാണ് ഉയരുന്നത്. ഏതായാലും കൂടുതൽ പേർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ ഒരു സാഹചര്യം? ഞാൻ ഇവിടെ ബേക്കൽ ഉദുമ ഗ്രാമപഞ്ചായത്ത് ബേക്കൽ 15-ാം വാർഡ് മെമ്പറാണ്. ഞാനൊരു വാർഡ് മെമ്പർ എന്ന രീതിയിൽ എൻ്റെ ഒരു കൺസെപ്റ്റിൽ പറയുകയാണെങ്കിൽ തീരദേശം മുഴുവൻ ഷൈനിമോൾ തീരദേശക്കാരുടെ ഇവിടെ ഭരിക്കുന്നവരുടെ വോട്ട് ബാങ്ക് മാത്രമാണ് തീരദേശക്കാർ. കാരണം വെച്ചാണെങ്കിൽ പ്രകൃതിയുടെ പ്രതിഭാസമാണ് എല്ലാ വർഷവും വരുന്ന ജൂൺ മാസങ്ങൾ, ജൂലൈ മാസങ്ങളിൽ വരുന്ന കാലവർഷം. ഈ കാലവർഷക്കെടുതിയിൽ കടൽക്ഷോഭം ഉണ്ടാകുമ്പോഴോ മഴക്കെടുതിയിൽ കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് മാത്രമാണ് അധികൃതർ വരുന്നത്. അത് കഴിഞ്ഞ ശേഷമുള്ള 9 മാസ കാലയളവിൽ ഇവിടെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുപാട് ഒരുക്കാനുള്ള 9 മാസ കാലയളവ് മതിയായിരുന്നു അവർക്ക്. പക്ഷെ അതവർ ചെയ്യുന്നില്ല. അത് ചെയ്യാനുള്ള ഒരുപാട് നിയമ തടസ്സങ്ങൾ ഉണ്ടായിരിക്കാം, ഇല്ലയെന്നൊന്നും പറയുന്നില്ല. പക്ഷെ അത് തരണം ചെയ്യാൻ ഇത്രയും വർഷ കാലയളവിൻ്റെ കുറവൊന്നും വേണ്ട. കാരണം വെച്ചാണെങ്കിൽ ഒരു സാഹചര്യം മനസ്സിലാക്കി അതിന് പ്രവർത്തിക്കാൻ യോഗ്യമാണെങ്കിൽ അതിന് ഒറ്റക്കെട്ടായിട്ട് നിന്നെങ്കിൽ ഏത് പ്രശ്നവും നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഈ മത്സ്യത്തൊഴിലാളി മേഖല എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു ധൈര്യത്തോടെ ജീവിക്കുന്ന ഒരു സമൂഹം ആയതുകൊണ്ടാണ്. നമ്മുടെ അന്നം നമ്മുടെ ചതിക്കില്ല എന്നുള്ള ആ ഒരു വിശ്വാസത്തോടെ ജീവിക്കുന്നതുകൊണ്ടാണ് ഇന്ന് വരെ ജീവന് ഹാനി വന്നിട്ടില്ല. ഒരുപാട് കെട്ടിടങ്ങൾ നശിച്ചു, ഉപാധി ജീവിതോപകരണങ്ങൾക്ക് കേടുപാട് പറ്റി. എന്നിരുന്നാലും ഞങ്ങൾ അതിനെ തരണം ചെയ്യാൻ ബാധ്യസ്ഥരാണ്. കാരണം ഞങ്ങൾക്ക് ഇവിടെ വിട്ടാൽ വേറൊരു പോംവഴിയില്ല. ഞങ്ങളുടെ ഉപജീവന മാർഗം ഇതാണ്. ഇതിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഞങ്ങൾ പാർപ്പിച്ചാൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കും എന്നതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. എന്നാലും നമ്മളത് വെയിറ്റ് ചെയ്യുന്നു. അധികൃതർ ഇതിന് വേണ്ടി കണ്ണ് തുറക്കും, ഇതിന് നല്ലൊരു ശാശ്വതമായ ഒരു പരിഹാരം തരും. ഇപ്പോൾ ഇവിടെയുള്ള ബഹുമാനപ്പെട്ട വ്യക്തിത്വങ്ങളൊക്കെ പറഞ്ഞതുപോലെ ഒരു ഹാർബർ സ്വപ്നമല്ല, അത് യാഥാർത്ഥ്യമാവേണ്ട ഒന്നാണ്. അല്ല എങ്കിൽ നിങ്ങൾക്കത് കഴിയുന്നില്ല എങ്കിൽ ഒരു സുരക്ഷിതമായ കടൽഭിത്തി നിർമ്മിക്കുക. ഇവിടെയുള്ള ആളുകളുടെ ആവശ്യങ്ങൾ അത്യാവശ്യമാണെന്ന് കരുതി അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ്. അതിനുള്ള നിയമ തടസ്സങ്ങൾ അവരാണ് ഉണ്ടാക്കിയത്. ആ നിയമ തടസ്സങ്ങൾ മാറ്റാനുള്ള ഉത്തരവാദിത്തം ആ ഗവൺമെൻറ്റിന് മാത്രമാണ്. അത് അവർ ചെയ്യുന്നില്ല എങ്കിൽ ഞങ്ങളെ പോലെയുള്ള സാധാരണക്കാർ എന്ത് വന്നാലും അതിനെതിരെ പ്രതിഷേധിക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ ശരിക്കും പറഞ്ഞ കാലാവസ്ഥ വ്യതിയാനം വരുന്നതേ ഉള്ളൂ. ഇനിയൊരു പക്ഷേ കൂടുതലൊരു കാലാവസ്ഥ വ്യതിയാനം വന്നാൽ ഈ NH പോലെയുള്ള ഹൈവേ തടസ്സപ്പെട്ടിയാൽ നമ്മളെ അവർ പറയും, നമ്മളെ സമുദായത്താണ് അവർ പറയുന്നത്. പക്ഷേ ഞങ്ങളുടെ വിഷമതകൾ, ഞങ്ങളുടെ സങ്കടങ്ങൾ, ഞങ്ങളുടെ ജീവിക്കാനുള്ള ആ ഒരു വെമ്പൽ, ഒരു പ്രയാസം ആരും മനസ്സിലാക്കുന്നില്ല. ഹാർബർ എന്ന കാര്യം നേരത്തെ എല്ലാവരും ചൂണ്ടിക്കാട്ടി. എന്താണ് ഇപ്പോൾ നിലവിൽ ഹാർബർ കൊണ്ടുവരാനുള്ള ഒരു തടസ്സം? എന്താണ് ഇവിടെ ഹാർബറിൻ്റെ ഇപ്പോൾ നിലവിലുള്ള പഞ്ചായത്ത് കമ്മിറ്റിയിൽ അന്ന് തീരുമാനിച്ചെന്ന് വെച്ചാണെങ്കിൽ 3ാം ഘട്ടം പരിശോധന കഴിഞ്ഞു. കൽക്കത്ത ആൻഡ് ഗോവ ടീം ടൈപ്പ് ആയിട്ടാണ് ഹാർബർ എന്ന പ്രോജക്റ്റിന് അതിന് ക്ലബ് ചെയ്ത് കൊടുത്തത്. പക്ഷെ അത് നിയമപരമായിട്ട് അത് എവിടം വരെ എത്തി? പഞ്ചായത്തിൽ ഇതുവരെ അവർ പറഞ്ഞു വെച്ചാണെങ്കിൽ കോട്ടിക്കുളം, തൃക്കണ്ണാട് അമ്പലം മുതൽ ബേക്കൽ ഭാഗത്തേക്കുള്ള സ്ഥലങ്ങളിലാണ് ഹാർബറിന് ആക്സെപ്റ്റായ ഒരു പ്ലേസ് അവർ കണ്ടെത്തിയത്. പക്ഷെ അതെങ്ങനെ, ഏത് രീതിയിൽ എന്നുള്ളത് അവർക്ക് കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്നാലും അതിനുള്ള പഠനം നടക്കുന്നു എന്നാണ്. നമുക്ക് ഈ കോട്ടിക്കുളം കടപ്പുറം ഭാഗങ്ങളിൽ ഏകദേശം എത്ര കുടുംബങ്ങളുണ്ട്? അതുപോലെ എത്ര ഈ കെട്ടിടവും മറ്റും ഒക്കെ എത്ര അപകടാവസ്ഥയിലുണ്ട്? അതിപ്പോൾ ഒരുപാട് കുടുംബങ്ങളില്ലേ. കാരണം വെച്ചാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഏകദേശം വെച്ചാണെങ്കിൽ ഇന്നിവിടെ തീർച്ചയായിട്ടും. കാരണം വെച്ചാണെങ്കിൽ നമ്മുടെ പ്രോംപ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. ഈ ഏരിയ കഴിഞ്ഞാൽ നമുക്ക് സുരക്ഷിതമായിട്ട് തോന്നുന്നത് കടൽഭിത്തിയാണ്. കടൽഭിത്തി കഴിഞ്ഞിട്ട് ആ കാണുന്ന ഹൈവേയിൽ കൂടെ വെള്ളം കയറുന്നുണ്ടെങ്കിൽ ആ ഹൈവേയുടെ അവിടെ അത്രയും പേരെ താമസിക്കുന്ന ആ അറ്റം മുതൽ ഇവിടം വരെയുള്ള ഏകദേശം എടുത്താൽ മതി. ഇപ്പം എൻ്റെ വാർഡിൽ തന്നെ ഏകദേശം ഇവിടുന്ന് തുടങ്ങുന്ന അങ്ങോട്ടേക്ക് ഏകദേശം 280 വീടുകളുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് അതേപോലെയുണ്ട്. അപ്പം എന്ത് വന്നാലും നമ്മുടെ ഇവിടുത്തെ അവസ്ഥ എന്ന് വെച്ചാണെങ്കിൽ ഒരു വീട്ടിൽ കുറഞ്ഞത് 4 കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. ഒരമ്മക്ക് 4 മക്കളാണെന്നുണ്ടെങ്കിൽ അവരും അവരുടെ കുടുംബങ്ങളും അവിടെ താമസിക്കുന്നുണ്ട്. മാത്രമല്ല ഒറ്റൊരു വീടുകളും വാസയോഗ്യമല്ല. വാസയോഗ്യം പറ്റാതിരിക്കാൻ CRZ ഒരു പ്രശ്നം ഇതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഈ പ്രദേശത്തിൻ്റെ സ്വഭാവം എങ്ങനെയാണോ ആ സ്വഭാവത്തിനനുസരിച്ചുള്ള ഒരു ശാശ്വതമായ പരിഹാരം മാത്രമേ ഇവിടെ ചെയ്യാനാവൂ. അല്ലാതെ വെറും വാക്കുകളിൽ ആവരുത്. നമ്മളിനി ഈ പ്രശ്ന പരിഹാരത്തിന് എന്താണ് നമ്മൾ മുൻകൈ എടുക്കുക? എന്ത് വന്നാലും 1 വർഷം കൊണ്ട് നമുക്ക് എന്തായാലും ഹാർബർ ആവില്ല. ഇനി വരുന്ന ഈ കാലാവർഷക്കെടുത്തുകൊണ്ട് സേഫ്റ്റി, ഒരു സുരക്ഷിതമായ കടൽഭിത്തിയും നടക്കില്ല. പക്ഷേ അതിന് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റും? സർക്കാരിനോട് ചോദിക്കുന്നത് എന്ത് ചെയ്യാൻ പറ്റും? ഇനിയിപ്പോൾ എന്തായാലും ഒരു കടൽക്ഷോഭം, ഒരു മഴക്കാലം വന്നാൽ ഇവിടുന്ന് പെട്ടെന്നൊന്ന് മാറ്റി പാർപ്പിക്കൽ നടക്കില്ല. അതെന്ത് വന്നാലും നടക്കില്ല. കാരണം വെച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞു, ഞങ്ങളുടെ അന്നമാണ് കടൽ. ഞങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമേ ഞങ്ങൾക്ക് ജീവിക്കാനുള്ളൂ. അത് കുറച്ച് ഇപ്പോൾ ഈ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസം കഴിഞ്ഞതിന് ശേഷം 9 മാസ കാലയളവിൽ ഈ ഭാഗം ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ഇവിടെയുള്ള സുരക്ഷിതമായ കടൽഭിത്തി സംരക്ഷിക്കാമായിരുന്നു.
അതിനിപ്പോൾ ഗവൺമെൻറ് പറഞ്ഞെന്ന് വെച്ചാണെങ്കിൽ അതിന് യോജ്യമായ കല്ലുകൾ കിട്ടുന്നില്ല എന്നാണ്. ഇതാ ഇവിടെ കഴിഞ്ഞ കള്ളക്കടൽ പ്രതിഭാസത്തിൽ മണ്ണൊലിപ്പ് കുറേ ഉണ്ടായിരുന്നു. ഒരുപാട് കല്ലുകൾ ഇതിൻ്റെ അടിയിൽ തന്നെ ഉണ്ട്. അന്നേരം ഞാൻ കളക്ടറോട് പറഞ്ഞതാണ്, നിങ്ങൾക്ക് കല്ല് കിട്ടുന്നില്ലെങ്കിൽ സുലഭമായ കല്ല് ഇതിൻ്റെ അടിയിലുണ്ട്. അതിന് ഒരുപാട് യന്ത്രവൽകൃതമായ സാധനങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. കാരണം വെച്ചാൽ അത്രയും പോപ്പുലറൈസ്ഡ് ഒരു മേഖലയിൽ കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത്രയും യന്ത്രവൽകൃതമായിട്ടുണ്ടായിട്ടും ഒരു സേഫ്റ്റി ആയ ഒരു കടൽ ഭിത്തി നിർമ്മിക്കാൻ ഇവിടെയുള്ള കല്ല് വെച്ചിട്ട് തന്നെ ഉള്ളത് കൊണ്ട് നല്ല രീതിയിൽ ചെയ്യാമായിരുന്നു. പക്ഷെ അത് ശ്രദ്ധിച്ചിരുന്നില്ല അവർ. ഇതിനിപ്പോൾ എന്ത് വന്നാലും ഈ ഒരു 2 മാസ കാലയളവ് ഇത് ചെയ്യാനും പറ്റില്ല. കാരണം ഇപ്പം മണ്ണെടുത്താൽ കടൽ കൂടുന്നതല്ലാതെ കുറയില്ല. എന്ത് വന്നാലും അത് കുറയില്ല. താൽക്കാലികമായിട്ട് ഇപ്പോൾ എന്താണ് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുക? താൽക്കാലികമായിട്ടുള്ള ടെട്രോപാഡ് വെച്ചിട്ട് തന്നെ അതത്ര വലിയ അനുയോജ്യമായിട്ടില്ല. കാരണം വെച്ചാണെങ്കിൽ കള്ളക്കടൽ പ്രതിഭാസം വന്ന സമയത്ത് വീണ്ടും ആ തീരദേശ റോഡ് വരെ എത്തിയതാണ്. അപ്പോൾ താൽക്കാലിക ഓപ്ഷൻ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് ശാശ്വതമായ പരിഹാരത്തിലേക്ക് പോകും. താൽക്കാലികമായിട്ടുള്ളതെന്ന് വെച്ചാൽ അതാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്, ശാശ്വതമായ ഒരു പരിഹാരം മാത്രമാണ്. താൽക്കാലികം എന്നുള്ളത് വെറും ഒരു ഇതല്ലല്ലോ. കാരണം ഞങ്ങളിവിടെ താൽക്കാലികമായിട്ട് ജീവിക്കുന്നവരല്ല. ഞങ്ങളുടെ ഒരുപാട് മുൻ തലമുറക്കാർ, എൻ്റെ തന്നെ 3-4 തലമുറക്കാർ ഇവിടെ ജീവിച്ചതാണ്. ഇനി എൻ്റെ ഭാവിയിൽ ഒരുപാട് ആൾക്കാർ ഇവിടെ ജീവിക്കാനുണ്ട്. നമുക്ക് ഇവിടുന്ന് പോകുന്ന സമയത്ത് അവർക്കും ഒരു സുരക്ഷിതമായ ഒരു പാറ്റേൺ ഉണ്ടാക്കി കൊടുക്കേണ്ടത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമല്ലേ. അതിനെന്ത് വന്നാലും ഞങ്ങൾ നേരത്തെ സാഗരേട്ടൻ പറഞ്ഞതുപോലെ രാഷ്ട്രീയം മറന്നായാലും ഞങ്ങൾ ജാതീയമായി ഒറ്റക്കെട്ടായിട്ട് ഞങ്ങൾ. വിജയ് സാറേട്ടാ, അവസാനമായി എന്താണ് ഇനി നമ്മൾ തുടരുന്നത്? ഈ ഹാർബറിനെ കുറിച്ച് നേരത്തെ ഒരു സർവേ കഴിഞ്ഞതാണ്. ആ സർവേയിലാണ് ഇവിടെ തൃക്കണ്ണാട് ക്ഷേത്രം മുതൽ ബേക്കൽ ശ്രീ കുറുമ്പ ക്ഷേത്രം വരെയുള്ള ഒരു സ്ഥലം ഇതിന് ബെറ്റർ ആണ് എന്ന് കണ്ടെത്തിയത്. പക്ഷേ ഇത് ഇനിയിപ്പോൾ കടൽ നീരൊഴുക്ക് സംബന്ധിച്ച് ഒരു സർവേ കൂടി വേണം. ആ സർവേ നടത്തുമ്പോഴും നമുക്കിവിടെ പ്രധാന പ്രശ്നം എന്നത് ഫണ്ടിൻ്റെ ദൗർലഭ്യമാണ്. സർക്കാർ അതിന് ഫണ്ട് അനുവദിച്ചിട്ടില്ല. ആ ഫണ്ട് അനുവദിച്ചാൽ മാത്രമേ ആ സർവേ നടക്കൂ. ആ സർവേ നടന്നാൽ മാത്രമേ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ കഴിയൂ. ഇപ്പോൾ നിലവിൽ ഈ ഒരുപാട് പ്രതിഷേധം നമ്മളിവിടെ നടത്തി. ഈ കാലവർഷം മാത്രമല്ല, ഇപ്പോൾ മറ്റ് സമയങ്ങളിലും ഈ കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാകുന്നുണ്ട്, വലിയ ഭീഷണിയാണ്. എന്താണ് നിലവിലൊരു സാഹചര്യം? ഞാൻ ശ്രീ കുറുമ്പാവതി ക്ഷേത്രത്തിലെ ജനറൽ സെക്രട്ടറിയാണ്, പിന്നെ ഒരു മത്സ്യത്തൊഴിലാളിയും കൂടിയാണ്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം കലക്ടർ ഇവിടെ പ്രതിഷേധം നടന്നപ്പോൾ കലക്ടർ വന്ന് ഞങ്ങളെ പഞ്ചായത്തിൽ വിളിച്ചു ചേർത്തപ്പോഴേ അവർ ഓഫീസറുകളൊക്കെ പറഞ്ഞത് നിങ്ങളെക്കാൾ അത്യാവശ്യം ഈ തീരദേശം ഞങ്ങൾക്കാണ്. കാരണം തീരദേശ ഈ പാത ഹൈവേ ഇതുവഴിയാണ് കടന്നു പോകുന്നത്. അപ്പം നമ്മളെക്കാൾ അത്യാവശ്യം അവർക്കാണ്. ടെട്രാബേഡ് അവരിടും. കാരണം നമ്മൾ പ്രതിഷേധിച്ച, എൻ്റെ കാഴ്ചപ്പാടിൽ പറയുന്നത് നമ്മൾ പ്രതിഷേധിച്ചാൽ അവർക്കൊരു അവസരമായിട്ട്. പക്ഷെ നമുക്കതല്ല വേണ്ടത്. പക്ഷെ നമുക്കിവിടെ മത്സ്യത്തൊഴിലാളികൾ ജോലിയാണ് ഇപ്പം ജോലിക്ക് ഭയങ്കര പ്രയാസമാണ്. വെച്ചാൽ ഈ മിനി ഹാർബർ എല്ലാ സ്ഥലത്തും ഹാർബറുണ്ട്. കാസർഗോഡ് ഹാർബറുണ്ട്, മഞ്ചേശ്വരം ഹാർബറുണ്ട്, പടന്നക്കാട് അവിടെ ഹാർബറുണ്ട്. പക്ഷേ ഒരു നല്ലൊരു ഹാർബർ കാസർഗോഡ് ജില്ലയിലില്ല. പക്ഷെ ഇപ്പം ഈ ബേക്കലും കൂട്ടിക്കുളം ഹാർബർ അവർ കാഴ്ചപ്പാടിൽ നല്ലൊരു ഹാർബർ, പുഴയായിട്ട് ഇല്ലാത്തൊരു മിനി ഹാർബർ. അപ്പോൾ ഈ ഒഴുക്ക്, കടലിന് ഒഴുക്കൊന്നും ഇല്ലാതിരിക്കുമ്പോൾ അത് നല്ലൊരു ഹാർബറാണ്. അപ്പം ഈ തീരദേശ പാത ഇതിലേക്ക് കടന്നു പോകുമ്പം അവരെങ്ങനെയും ഇത് ബ്ലോക്കാക്കും. അത് സംരക്ഷിക്കാൻ അവർ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് അതാണ്, നിങ്ങളെക്കാളും അത്യാവശ്യം ഞങ്ങൾക്ക് ഈ റോഡാണ് അവർ പറഞ്ഞിരുന്നു പഞ്ചായത്തിൽ നിന്ന്. അപ്പം ഞങ്ങൾക്ക് വേണ്ടത് ഹാർബറാണ്. അതിനിടയ്ക്ക് ഈ ടെട്രാപേഡ് ഇവർ ചെയ്യാന്ന് പറഞ്ഞാൽ ടെട്രാപേഡ് മറ്റു കടൽ ഭിത്തി ചെയ്യാന്ന് പറഞ്ഞ സ്ഥിതിക്ക് മസ്റ്റായിട്ട് ചെയ്യണം. കാരണം ഞങ്ങൾ കാലങ്ങളോളായിട്ട് ഇത് അനുഭവിച്ചുകൊണ്ട് നമ്മളിപ്പോൾ താൽക്കാലികമായെങ്കിൽ ഈ കല്ല് ഇടണം എന്നുള്ള ഒരു ആവശ്യം അത്യാവശ്യം അത് വളരെ അത്യാവശ്യം. ഞങ്ങൾക്ക് ഇവിടെ പിന്നെ ഈ ജോലി സാഹചര്യം ഇല്ല. ഇങ്ങനത്തെ ഒരു അത്യാവശ്യ ഘട്ടങ്ങളാണ് ഞങ്ങളുള്ളത്. എന്ന് വെച്ചാൽ പണിക്ക് പോകാനൊന്നും പറ്റില്ല. ഒരു ചെറിയ ചെറിയ ഇടവഴി വെച്ചിട്ട് ബാക്കി ടെട്രാപേഡ് ഇതാക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത് വെച്ച് പണിയെടുക്കാം. അല്ലാണ്ട് നമുക്കറിയാം ഇത് തീരദേശ ഹൈവേ കടന്നു പോകുമ്പോൾ നമ്മളെക്കാൾ അത്യാവശ്യം ഗവൺമെൻറ്റിനാണ് ഈ ടെട്രാപേഡ് ഉണ്ട്. അപ്പം നമുക്ക് അത്യാവശ്യം ഇതെന്നറിയോ മിനി ഹാർബർ. അവർക്കറിയാം ഇതിൻ്റെ അത്യാവശ്യം. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം അവർ പറഞ്ഞത്, ഇപ്പം മന്ത്രി വന്ന സമയത്ത് അവർ പറഞ്ഞത് പിന്നെ 3ാം ഘട്ടം, ഷൈനി പറഞ്ഞ പോലെ 3ാം ഘട്ടം പൂനെക്ക് അയച്ചിട്ട് അത് ഇപ്പം മറ്റേ കടലിൻ്റെ ഒഴുക്ക് എന്തോ അല്ല അങ്ങനെയല്ല പറഞ്ഞത്, ഒഴുക്ക് വെള്ളത്തിൻ്റെ ഒഴുക്കും കൂടെ പഠിച്ചിട്ട് അത് ഇതാക്കാം. ഈ അവസാന ഘട്ടമാണ് അന്ന് പറഞ്ഞത് പഞ്ചായത്തിൽ നിന്ന്. അപ്പം എങ്ങനെയെങ്കിലും ഈ ഹാർബറും വരണം, ഞങ്ങൾക്ക് കടൽ ഭിത്തിയും വരണം. ഈ രണ്ടും മസ്റ്റാണ്. രൂക്ഷമായ കടലാക്രമണത്തിൽ വീട് നഷ്ടപ്പെട്ട ഒരാൾ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് നിങ്ങൾ? സത്യമായിട്ടും കാരണം വെച്ചാൽ ഇവിടെ കടൽ കയറിയ സമയത്ത്
ആൾക്കാരിൽ ഇവിടാന്ന് നോക്കുന്നത്. എൻ്റെ വീട് നോക്കുന്നില്ല, അവിടെ മാത്രമാണ് കൂടുതൽ. അവിടെ കണ്ടെങ്കിൽ നിങ്ങൾക്ക് വിഷമാവും. വീട് ഫുള്ള് ഇല്ല, നടക്കാൻ പോലും സ്ഥലമില്ല, അടിത്തറ പോയി. എന്നിട്ട് നമ്മൾ നിൽക്കുന്നു ഈ കടൽക്ഷോഭത്തിന്. എങ്ങനെ പോയാലും എൻ്റെ വീടില്ല ഉറപ്പായിട്ടും. അപ്പോൾ എൻ്റെ ഉള്ളിൽ ഷെൽഫും ഡ്രസ്സും മക്കളും ഉണ്ട്, 3 മക്കളുണ്ട്. അപ്പോൾ ഇവരെല്ലാം ഏടെ നമ്മൾ കൊണ്ടുപോകേണ്ടത്? എന്ത് ചെയ്യൂ? സ്ഥലം പാസ്സായി എന്ന് പറഞ്ഞു. അവർക്ക് 3 സെൻറ്റിന് 1 ലക്ഷം റുപ്യ കൊടുക്കണമെന്നുണ്ട്. ഏടുന്ന് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് പൈസ? ആര് തരൂ? അവർ പറഞ്ഞ് വീട് നിങ്ങൾക്ക് പാസ്സാക്കി തരൂ, സ്ഥലമുണ്ട്, 3 സെൻറ്റ് സ്ഥലമുണ്ട് എന്ന് പറഞ്ഞു. നമ്മൾ എവിടെ പോകേണ്ടത്? 1 ലക്ഷം റുപ്യ ആര് തരൂ? ഇല്ല. ഒരിക്കൽ അങ്ങനെ കടൽ കയറിയ സമയത്ത് നമ്മൾ കടപ്പുറം ഞങ്ങൾ ഭക്ഷണം വെച്ചിട്ട് പ്രക്ഷോഭം നടത്തി ഞങ്ങൾ ഈ നാട്ടുകാർ മൊത്തം. എന്നിട്ട് എല്ലാം കളക്ടറും എല്ലാവരും വന്നു പറഞ്ഞ് എല്ലാം ശരിയാക്കി തരാമെന്ന്. ഏടാ ശരിയാക്കിന്? ഒരു മണ്ണാങ്കാട് ചെയ്തിട്ടില്ല. ഓരോ വർഷം ഇങ്ങനെ വന്ന് പോകുന്നതല്ലാതെ ഒരു കാര്യം ചെയ്യില്ല. ഈ കടൽ ഇനി ഇത് വരുന്ന കടലിൽ എന്തെല്ലാം ഏതെല്ലാം ഇവിടെ സംഭവിക്കുന്നു നോക്കിക്കോ. എത്ര മരണം സംഭവിക്കും, എത്ര വീട് പോകും, എന്തെല്ലാം ഏതെല്ലാം സംഭവിക്കും നോക്കിക്കോ. ഈ പ്രദേശത്ത് ഈ കടലെടുത്ത നിരവധി കെട്ടിടങ്ങൾ ഇപ്പോഴും അപകട ഭീഷണി ഉയർത്തി നിൽക്കുകയാണ്. ഇതൊക്കെ മാറ്റാൻ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും സാമ്പത്തിക സഹായം നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും നടപ്പിലായില്ല. ഏതായാലും എന്താണ് ഇപ്പോൾ നിലവിൽ ഈ കെട്ടിടങ്ങൾ ഇപ്പോഴും അപകടാവസ്ഥയിലാണ്. നിരവധി ആൾക്കാരാണ് ഈ ഭാഗത്തേക്ക് ഈ കടൽ സന്ദർശിക്കാൻ വരുന്നത്. എന്താണ് ഇതിപ്പോൾ ചെയ്യുക? ഈ ബിൽഡിംഗ് കഴിഞ്ഞ വർഷത്തെ കടൽക്ഷോഭത്തിലാണ് പൊളിഞ്ഞു വീണത്. അത് നമ്മൾ പഞ്ചായത്തിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അതിനെ ക്ലെയിം ചെയ്യാൻ വേണ്ടി പഞ്ചായത്തിന് അതിനൊരു ഫണ്ടില്ല. അത് ഒരു ലിമിറ്റഡ് അഗ്രിമെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പഞ്ചായത്ത് അത് ഫോർവേഡ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞത് എത്രത്തോളം ശാശ്വതമെന്ന് മനസ്സിലാകുന്നില്ല. ഈ ബിൽഡിങ്ങിൽ ഞങ്ങളുടെ കുറച്ച് പാട്ടുഭാഗം ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ വലകളും സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഷിപ്പ് കടൽ തീരത്തുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ പറ്റില്ല. അതിന് പകരമായിട്ട് ഞങ്ങൾ ചോദിച്ചു വേറൊരു സ്ഥലം കണ്ടെത്തി തരണമെന്ന്. അതിനും അധികൃതർ തയ്യാറല്ല. അപ്പോൾ ഇതെന്ത് ചെയ്യണമെന്നൊന്നും ഒരു നിവൃത്തിയും ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ പാർട്ട് സ്ഥലത്ത് വലകളും മറ്റേ കടൽ സാമഗ്രികളും വെച്ചിരിക്കുന്നത്. അതിനും ഒരു ശാശ്വതമല്ല. ഇനി അടുത്ത വർഷം ഈ കടലാക്രമണം ഉണ്ടായാൽ അത് കംപ്ലീറ്റ് തകർന്നു വീഴും. അപ്പോൾ നാശനഷ്ടം ഉണ്ടാക്കുന്ന മത്സ്യത്തൊഴിലാളികൾ. കേരളത്തിൻ്റെ സൈന്യമെന്നാണ് മത്സ്യത്തൊഴിലാളികളെ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ ഇവരുടെ ജീവിതം അത്ര സുഖകരമല്ല. ഏത് സമയത്തും കടലെടുക്കാവുന്ന വീടുകളാണ് ഈ തീരപ്രദേശങ്ങളിലെല്ലാം കാണാൻ സാധിക്കുന്നത്. വലിയ അപകട ഭീഷണിയിൽ തന്നെയാണ് ഇവർ കഴിയുന്നത്. ഏതായാലും ഉറപ്പുകൾ മാത്രം നൽകാതെ ഇവരുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കാണണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.